എ പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി റിനു ശ്രീധർ തിരുവനന്തപുരത്തുനിന്ന് ചേർന്നു. റിനു, അങ്ങനെ 5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ, അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, പിന്നീട് 14 ദിവസത്തെ റിമാൻഡിൽ അദ്ദേഹത്തെ വിടുന്നു. ഇപ്പോൾ ഇതാ സബ് ജയിലിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ അതിനി എങ്ങനെയാകാനാണ് സാധ്യത? കൂടുതൽ ചോദ്യം ചെയ്യൽ, ഇതിനെല്ലാം ഉള്ള സാധ്യതയല്ലേ ഇനിയുള്ളത്? മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവിധ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം കുഞ്ചാലംമൂടിലെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്ത എ പത്മകുമാർ, മുൻ ദേവസ്വം ബോർഡ് മെമ്പറാണ്, പത്തനംതിട്ട CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. അദ്ദേഹത്തെ അല്പസമയം മുമ്പ് തിരുവനന്തപുരത്തെ ഈ സബ് ജയിലിലേക്ക് എത്തിയിട്ടുണ്ട്. 14 ദിവസമാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി അപേക്ഷ കൂടി നൽകും എന്നുള്ള ഒരു വിവരം നമുക്ക് SIT-യിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 9:30 ക്രൈംബ്രാഞ്ചിന്റെ തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ആസ്ഥാനത്തുള്ള ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി പത്മകുമാർ എത്തുന്നത്. അതിനുശേഷം 10:20 ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. 5 മണിക്കൂറുകൾക്ക് ശേഷം 3:30-4 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം കൊല്ലത്തേക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. അതിനു മുന്നോടിയായാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് കൃത്യമായി തന്നെ വൈദ്യപരിശോധന നടത്തുന്നത്. ഈ വൈദ്യപരിശോധന നടത്തിയതിനു ശേഷമാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്. നിർണായകമായിട്ടുള്ള ഒരു നീക്കത്തിലേക്ക് SIT നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. നിലവിൽ N. വാസു ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം കമ്മീഷണറാണ്. അദ്ദേഹത്തിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങൾ SIT-ക്ക് ലഭിച്ചത്. എ പത്മകുമാറിനെ കുടുക്കുന്ന തരത്തിലുള്ള ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാന പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ പത്മകുമാറിന്റെ വീട്ടിലടക്കം എത്തിച്ച് വലിയ രീതിയിലുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള തെളിവൊപ്പം വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിന്റെ ചില രേഖകളടക്കം ഈ SIT കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഒപ്പം ശബരിമലയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നതും അദ്ദേഹത്തിന് അവിടെ ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തിയതും എ പത്മകുമാർ ആണ് എന്നുള്ളതാണ് SIT നിരീക്ഷിച്ചതും കണ്ടെത്തിയതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഈ സ്വർണ്ണക്കടത്തിലേക്ക് കൊണ്ടുപോയ നിർണായകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയത് എ പത്മകുമാർ ആണ് എന്നുള്ളതാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഒരു അറസ്റ്റ് എന്നുള്ളത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 2 തവണ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്തുവാൻ വേണ്ടി നോട്ടീസ് കൊടുക്കുന്നു. അദ്ദേഹം വരാൻ തയ്യാറായില്ല. 3-ാം തവണയും നോട്ടീസ് കൊടുക്കുന്നു. അതിലും കുതറിമാറുന്ന ഒരു സാഹചര്യം എ പത്മകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പക്ഷേ കൂടുതൽ കടുത്ത ഒരു നിലപാടിലേക്ക് SIT പോകുന്നു. ഒടുവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയായിക്കൊണ്ട് ഈ എ പത്മകുമാർ CPM-ന്റെ വലിയ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തെ ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇപ്പോൾ റിമാൻഡിലായി സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രവിധ റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചു എന്നുള്ള വിവരമാണ് റിനു പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.